ചെമ്പനീർ പൂവിന്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധിയല്ലേ മൂത്തത്, ആദ്യം അവന്റെ കല്യാണം നടക്കട്ടെ, എന്നിട്ട് വേണമെങ്കിൽ ഇവരുടെ ഡേറ്റ് കുറിപ്പിക്കാം എന്ന് ചന്ദ്രമതി പറയുമ്പോൾ, ചന്ദ്രമതി ആദ്യം നീ നിന്റെ മക്കളെ എല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിക്കുക, അല്ലാതെ മൂത്തവനെ മാത്രം തലയിലെടുത്ത് വെക്കാതെ. ആദ്യം കല്യാണം കഴിഞ്ഞത് സച്ചിയുടെ അല്ലേ, നാളെ നല്ല മുഹൂർത്തമുണ്ട്, നാളെ തന്നെ ഇവർ ജീവിതം ആരംഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ വായടപ്പിക്കുകയാണ് അച്ഛമ്മ. തുടർന്ന് സച്ചി അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നതും അച്ഛമ്മ പറയുന്നുണ്ട്, നാളെ ചടങ്ങുകൾക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കണം, നീ രേവതിയും കൂട്ടി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരാൻ അച്ഛമ്മ ആവശ്യപ്പെടുമ്പോൾ വൈകുന്നേരം കൊണ്ടുപോകാൻ അച്ഛമ്മ എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി. സച്ചിയുടെ വാക്കുകൾ കേട്ട് രേവതി മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. ശേഷം അച്ഛമ്മ സുധിയുടെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ പെണ്ണിനെ എനിക്കൊന്ന് കാണണം, നാളെ ചടങ്ങിന് അവളോടും വരാൻ പറ എന്ന് അച്ഛമ്മ സുധിയോട് പറയുമ്പോൾ, എന്തിനാ അവള് വരുന്നത്, കല്യാണത്തിന് കണ്ടാൽ പോരെ എന്ന് ചന്ദ്രമതി ചോദിച്ചുകൊണ്ട് അതിന് തടസ്സം നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുന്നുണ്ട്, അമ്മ കാണണം എന്ന് പറഞ്ഞതല്ലേ ചന്ദ്രേ, അതിന് ഒരു കാരണമില്ലാതെ അമ്മ അങ്ങനെ പറയില്ല, നാളെ ശ്രുതിയോടും കൂടി ചടങ്ങിന് ഇവിടെ വരാൻ പറയണമെന്ന് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട് രവീന്ദ്രൻ. ശേഷം ചന്ദ്രമതി പറഞ്ഞ വാക്കുകൾ ഓർത്തുകൊണ്ട് രേവതി നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മയെ അരി എടുത്തു തരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇത് കേൾക്കുന്ന ചന്ദ്രമതിക്ക് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നീ കേട്ടല്ലോ, നീ അരി എടുക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്ന് ചന്ദ്രമതി പറയുന്നതും, അമ്മ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞതല്ലേ എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി. ആ പേടി ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയും കൂട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. തുടർന്ന് അരി അളന്നു കൊടുത്തിട്ട് പെട്ടെന്ന് വേണമെന്നും കൽപ്പിച്ച് അവിടെ നിന്നും പോവാണ് കേട്ടോ. ശേഷം വീണ്ടും രേവതിയെ അടുത്തേക്ക് വിളിപ്പിച്ചിട്ട്, നാളെയല്ലേ നിന്റെ ചടങ്ങ് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നാളെ 10 മണിക്കാണെന്ന് പറയുന്നുണ്ട് രേവതി. ഞാൻ പറഞ്ഞത് കേൾക്കാതെയാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത്, എന്റെ വാക്കിനൊന്നും ഇവിടെ ഒരു വിലയില്ല എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പരിതപിക്കുമ്പോൾ, അമ്മയുടെ വാക്ക് കേട്ടിട്ടല്ലേ നിനക്ക് ഈ ധൈര്യം, അവരധികം നാളൊന്നും ഇവിടെ നിൽക്കാൻ പോകുന്നില്ല, കല്യാണം കഴിഞ്ഞാൽ അവരങ്ങ് പോകും എന്ന് ചന്ദ്രമതി പറയുമ്പോൾ, ഇത് പറയാനാണോ അമ്മ എന്നെ വിളിപ്പിച്ചത്, ഞാൻ പോയി ആഹാരം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ദേഷ്യത്തോടുകൂടി പറയുമ്പോൾ, എന്താണ് നിനക്ക് ഇത്ര അഹങ്കാരം, എന്റെ ഇഷ്ടമില്ലാതെയാണ് ഈ ചടങ്ങുകളൊക്കെ നടത്തുന്നത്, എന്റെ വാക്കിന് ഈ വീട്ടിൽ ഒരു വിലയും ഇല്ലാതായി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വീണ്ടും പരിതപിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം സച്ചി കേൾക്കാൻ ഇടയാവുന്നുണ്ട്. തുടർന്ന് ഞാൻ പോയി ആഹാരം ഉണ്ടാക്കട്ടെ എന്ന് രേവതി വീണ്ടും പറയുമ്പോൾ ചന്ദ്രമതി രേവതിയെ വീണ്ടും തടയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് അഹങ്കാരം എന്ന് ചോദിക്കുമ്പോൾ, ഭക്ഷണം ഉണ്ടാക്കാൻ വൈകിയാൽ അതിനും നിങ്ങൾ എന്നെ വഴക്ക് പറയില്ലേ, അങ്ങനെ തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി. ഇതെല്ലാം സച്ചി കേൾക്കുന്നുണ്ട്. തുടർന്ന് ചന്ദ്രമതി വീണ്ടും പറയുന്നുണ്ട്, നിന്റെ ചടങ്ങിന് അമ്മ അനിയത്തി അവരെയൊന്നും വീട്ടിൽ നിന്ന് വിളിക്കുന്ന കാര്യം നീ മറന്നേക്ക്, നിന്റെ വീട്ടിൽ നിന്നും ആരും നാളെ ഈ ചടങ്ങിന് ഇവിടെ എത്താൻ പാടില്ല എന്ന് ചന്ദ്രമതി പറഞ്ഞുകൊണ്ട് രേവതിയെ കുത്തി നോവിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് കേൾക്കുന്ന സച്ചിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്, എന്റെ താല് പിരിച്ച് കോർക്കൽ ചടങ്ങല്ലേ അമ്മേ, അമ്മ എങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് അമ്മ അനിയത്തി അവരൊക്കെ എങ്ങനെ വരാതിരിക്കുമെന്ന് രേവതി ചോദിക്കുമ്പോൾ, വരാൻ പാടില്ല, ശ്രുതിയോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്, അവളാണെങ്കിൽ വലിയ വീട്ടിലെ പെണ്ണ, അവൾ ഇവിടെ വരുമ്പോൾ പൂകടക്കാരിയുടെ വീട്ടുകാരൊന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ ഉണ്ടായാൽ അവൾ എന്ത് വിചാരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. ഇത് കേൾക്കുന്ന രേവതി ആണെങ്കിൽ, എന്റെ അമ്മയ്ക്ക് വരാനായിട്ട് ആഗ്രഹം ഉണ്ടാവില്ലെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ അമ്മയ്ക്കൊക്കെ അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ചടങ്ങ് നിന്റെ വീട്ടിൽ നടത്തിക്കോ, ഇവിടുത്തെ ചടങ്ങിന് നമ്മുടെ ഇവിടെയുള്ളവർ മാത്രം മതി എന്നൊക്കെ ആജ്ഞാപിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. തുടർന്ന് അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് രേവതി ചോദിക്കുമ്പോൾ, എന്താ രേവതി ഇവിടെ എന്താ ഒരു പ്രശ്നം, എന്താ ഒരു സംസാരം എന്ന് ചോദിച്ചുകൊണ്ട് രേവതി അവിടേക്ക് സച്ചി അവിടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിയോടായിട്ട് സച്ചി പറയുന്നുണ്ട്, ചന്ദ്രമതിയും കേൾക്കെ സച്ചി പറയുന്നുണ്ട്, നിന്റെ ദിവസമാണ് നാളെ, അതിൽ ആര് പങ്കെടുക്കണമെന്നും ആര് പങ്കെടുക്കണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം നിനക്കുണ്ട്, അതിൽ പുറമേ നിന്ന് ഒരാൾക്ക് ഒരു അഭിപ്രായം പറയാനായിട്ട് ഒരു യോഗ്യതയും ഇല്ല. അങ്ങനെ സച്ചി ചന്ദ്രമതിയെ കൊള്ളിച്ചു പറയുമ്പോൾ ചന്ദ്രമതിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. തുടർന്ന് സച്ചി രേവതിയോട് പറയുന്നുണ്ട്, നിന്റെ അമ്മയെയും അനിയത്തെയും അനിയനെയും ഞാൻ ഈ ചടങ്ങിന് ക്ഷണിച്ചിട്ടുണ്ട്, ഇനി നീ പോയി വിളിക്കേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ 10 മണിക്കാണ് മുഹൂർത്തമെന്നും മുഹൂർത്തത്തിന് മുൻപ് തന്നെ അവരിവിടെ എത്തും, പിന്നെ നിന്നെ പൂക്കൾ കെട്ടാൻ സഹായിക്കുന്ന ഒരു സ്ത്രീയില്ലേ അവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഹൗസ് ഓണർ ഫാമിലിയെയും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, എല്ലാവരും വരും എന്ന് സച്ചി പറയുന്നത് കേട്ട് ചന്ദ്രമതി ശരിക്കും ഷോക്കഡ് ആവുന്നുണ്ട് കേട്ടോ. ഇത് പറഞ്ഞതിന് ശേഷം സച്ചി അവിടെ നിന്നും പോവാണ്. തുടർന്ന് രേവതി അടുക്കളയിൽ ചെന്ന് ഫുഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ചന്ദ്രമതി ആണെങ്കിൽ കലിനുള്ളിൽ നിൽക്കുകയാണ്. അതിനുശേഷം
സച്ചിയോടായിട്ട് സച്ചി രേവതിയോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ വീട്ടുകാരെ ക്ഷണിച്ചു എന്ന് പറഞ്ഞതൊക്കെ വെറുതെയാണ്, ഞാൻ ആരെയും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്ന് രേവതി ചോദിക്കുന്നതും, എൻ്റെ അമ്മയുടെ സംസാരം മുഴുവൻ ഞാൻ കേട്ടു, നിന്റെ വീട്ടുകാരെ ആരെയും ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കേണ്ട എന്ന് അവർ പറഞ്ഞില്ലേ, ആര് വരണം ആര് വരണ്ട അതെല്ലാം തീരുമാനിക്കാനുള്ള അവകാശം നിനക്കാണ്, നീ തന്നെ പോയി അവരെയൊക്കെ ക്ഷണിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി. നമ്മളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് അവരതിലൊക്കെ അമ്മ പിന്നെ വീണ്ടും അതിലൊക്കെ ഇടപെടാൻ തുടങ്ങും എന്നൊക്കെ രേവതിയോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചി. നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, നിന്റെ വീട്ടിൽ പോയി നീ വിളിക്കണം എന്ന് സച്ചി പറയുമ്പോൾ, അപ്പൊ ഇത് കേട്ട് സച്ചിയുടെ വാക്കുകൾ കേട്ട് രേവതിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകുന്നുണ്ട് സന്തോഷം കൊണ്ട്. തുടർന്ന് രേവതി സച്ചിയുടെ കൈ പിടിച്ചിട്ട് ഒരുപാട് സന്തോഷമായി, താങ്ക്സ് എന്നൊക്കെ പറയുമ്പോൾ, എന്തിനാ താങ്ക്സ് എന്ന് സച്ചി ചോദിക്കുന്നതും, നിങ്ങൾ അമ്മയുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അതിനാ താങ്ക്സ് എന്ന് രേവതി പറയുമ്പോൾ, ആ ശരി എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി. തുടർന്ന് എൻ്റെ അമ്മയെ കാണാൻ പോകുമ്പോൾ നിങ്ങളും കൂടെ വരണ്ടേ എന്ന് രേവതി ചോദിക്കുമ്പോൾ, ഡ്രസ്സ് എടുക്കാൻ നമ്മൾ വൈകുന്നേരം പോകുന്നുണ്ടല്ലോ, അപ്പോൾ നിന്റെ അമ്മയെ പോയി കാണാം എന്നും പറയുന്നുണ്ട് കേട്ടോ സച്ചി രേവതിയോടായിട്ട്. സച്ചി വീണ്ടും ട്രിപ്പിനായിട്ട് പോവാണ്. അതിനുശേഷം രേവതി ആണെങ്കിൽ അടുക്കളയിൽ ചെന്ന് സച്ചിയെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെമ്പനി പൂവിൻ്റെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്